എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കോരാൻ വരുമായിരുന്ന ശാന്ത എന്ന് പറയുന്ന ഒരു ചേച്ചി ആത്മഹത്യ ചെയ്തു. അവർക്ക് 2 ആൺമക്കളാണ്. അതിൽ ഇളയ കുട്ടി 1.5 വയസ്സുള്ള ഇളയ മകൻ ഇവർ ആത്മഹത്യ ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുമ്പേ മരണപ്പെട്ടു. അതിൻ്റെ വിഷമത്തിലാണ് ഇവരിങ്ങനെ ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. ഇവർ ആത്മഹത്യ ചെയ്ത് 3 ദിവസമാണോ ഒരാഴ്ചയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ദിവസം ഞാൻ ഉറക്കത്തിൽ വരെ സ്വപ്നം കാണുന്നു. ഞാൻ കിടക്കുന്നത് ഇറയത്താണ്. ആ ഇറയത്തെ വാതിലിലൂടെ അത് തുറക്കാതെ അവർ അതിനകത്തുകൂടി എൻ്റെ അടുത്തേക്ക് വരുന്നു. ഒഴുകി വരുന്നത് പോലെ വരുന്നു. കാല് നിലത്ത് തൊട്ടിട്ടില്ല. വന്ന് അവരെ കണ്ട് ഞാൻ സ്വപ്നത്തിൽ പേടിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നു, പേടിക്കണ്ട, എനിക്ക് വെള്ളം കോരിയതിൻ്റെ ബാക്കി 2 രൂപ തരാനുണ്ട്, അത് വാങ്ങാനാണ് വന്നത്. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു, ഇരുന്ന് കരയാനും തുടങ്ങി. എൻ്റെ കരച്ചിൽ കേട്ട് മാമിയാണ് വന്നത്. കാരണം മാമി കിടക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്താണ് ഈ ഇറയം. കാര്യം അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശാന്ത ചേച്ചി സ്വപ്നം കണ്ടു, അവർക്ക് വെള്ളം കോരിയതിൻ്റെ ബാക്കി 2 രൂപ കൊടുക്കാനുണ്ട്, അത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഈ 2 രൂപയുടെ കണക്ക് പറഞ്ഞപ്പോൾ മാമി എന്നെ തുറച്ചു നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ പിന്നീട് മാമി ഒന്നും മിണ്ടിയില്ല. കയറിപ്പോയി ഞാനും കിടന്നുറങ്ങി. നേരം എടുത്തപ്പോൾ മാമി ഇങ്ങനെ വീട്ടിൻ്റെ തിണ്ണയിലിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നാലും പെണ്ണേ, മരിച്ചിട്ടുമ്പോൾ ആ പൈസയുടെ കണക്ക് മറന്നില്ലല്ല. ശരിക്കും ഞാൻ അവൾക്ക് വെള്ളം കോരിയതിൻ്റെ ബാക്കി 2 രൂപ കൊടുക്കാനുണ്ട്. ഒരു കാര്യം ചെയ്യാം, അവൾ അമ്മയെയോ മോനെയോ വിളിച്ച് ഈ പൈസ അങ്ങ് കൊടുക്കാം. പറഞ്ഞതുപോലെ മാമി ആ 2 രൂപ അവരുടെ മകനെയോ അമ്മയോ ആരെയോ ഏൽപ്പിച്ചു. കാരണം മാമി പേടിച്ചുപോയി. അതുകൊണ്ട് പിറ്റേന്ന് തന്നെ ആ പൈസ കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് എന്താണോ ചിന്തിച്ച് കിടക്കുന്നത് അതാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്നാണ് മിക്കവരും പറയുന്നത്. ശാന്ത ചേച്ചി എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരു കക്ഷിയാണ്. പക്ഷെ ഞാൻ ഇവരെ ഓർത്തുകൊണ്ടല്ല ഉറങ്ങാൻ കിടന്നത്. എന്നാലും എനിക്കിവരെ നേരത്തെ അറിയാവുന്ന ആളായതുകൊണ്ടും ഇവർ മരിച്ചപ്പോഴൊക്കെ തൂങ്ങി നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടതുകൊണ്ടും അതെൻ്റെ മനസ്സിൽ കിടന്നത് കൊണ്ടാണ് ഈ സ്വപ്നം കണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ 2 രൂപയുടെ കണക്ക് എങ്ങനെ അവിടെ വന്നു? അവരെ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അവർക്ക് മാമി പൈസ കൊടുക്കുന്നതോ ബാക്കി കൊടുക്കാനുള്ളതോ ഒന്നും എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് അവർക്ക് 2 രൂപ കൊടുക്കാനുണ്ട്, അത് വാങ്ങാനാണ് ഞാൻ വന്നത് എന്ന് അവർ വന്ന് എന്നോട് പറഞ്ഞത്? എങ്ങനെയാണ് അത് സത്യമായ കാര്യം ആയത്?